ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 ഓസ്കാർ അവാർഡിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓസ്കാർ അവാർഡ് 2025. ഓസ്കാർ അവാർഡ് നൽകുന്നതാരാണ്? അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്യുന്നത്. ആരാണ്? അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. 2025 പ്രഖ്യാപിച്ചത് 97ാമത്തെ ഓസ്കാർ അവാർഡാണ്. എത്രാമത്തെയാണ്? 97ാമത്തെ ഓസ്കാർ അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. ലോസ് ആഞ്ചലോസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് ഈ വർഷത്തെ ഓസ്കാർ പ്രഖ്യാപനം നടന്നത്. എവിടെയാണ്? ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചലോസ്. 2025 97ാമത് ഓസ്കാർ അവാർഡിൽ 23 ഇനങ്ങൾക്ക് സമ്മാനദാനം നടന്നു. എത്രയാണ്? 23 ഇനങ്ങൾക്കാണ് 2025 97ാമത് ഓസ്കാർ അവാർഡിൽ പുരസ്കാരങ്ങൾ നൽകിയത്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ അവാർഡ് നൽകുന്നത്. 97ാമത്തെ അവാർഡാണ് 2025 നൽകിയത്. 23 ഇനങ്ങൾക്ക് നൽകപ്പെട്ടു. ലോസ് ആഞ്ചലോസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഓക്കെ അല്ലേ? ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് നാം പഠിക്കുമ്പോൾ 2 ചിത്രങ്ങൾ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കണം. ഒന്ന് എമിലിയ പെരസ്, മറ്റൊന്ന് അനോറ. എന്തൊക്കെയാണ്? എമിലിയ പെരസും അനോറയും. ഇതിൽ എമിലിയ പെരസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ വർഷത്തെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം എമിലിയ പെരസാണ്. 13 നോമിനേഷനുകളാണ് ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് എമിലിയ പെരസിൻ്റെ പേരിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എമിലിയ പെരസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടുന്നതെന്ന്. പക്ഷേ വെറും 2 അവാർഡുകൾ മാത്രമാണ് ആർക്ക് കിട്ടിയത്? എമിലിയ പെരസിന് ലഭിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചത് ആർക്കായിരുന്നു? അനോറ എന്ന ഫിലിമിനായിരുന്നു. ഈ 2 സിനിമയ്ക്ക് ലഭിച്ച അവാർഡുകൾ നമുക്കിനി അടുത്ത് നോക്കാം. ആദ്യം നമുക്ക് അനോറ എന്ന ചിത്രം നോക്കാം. 2025 ഓസ്കാർ അവാർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് അനോറ. ലൈംഗിക തൊഴിലാളികളുടെ കഥ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമാണ് അനോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത 5 ഓസ്കാർ അവാർഡുകൾ അനോറ സ്വന്തമാക്കി. അപ്പോൾ ഈ വർഷം 23 അവാർഡുകളാണ് നൽകിയത്. അതിൽ 5 എണ്ണവും ഏതിനായിരുന്നു? അനോറ എന്ന സിനിമയ്ക്കായിരുന്നു. ഈ 5 അവാർഡ് നമുക്ക് ഈസി ആയിട്ടൊന്ന് പഠിച്ചാലോ? ഒന്ന് നോക്കിയേ. ഒരാൾ എന്ത് ചെയ്യുവാണ്? ഒരു സിനിമ എടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്താണ് സിനിമയുടെ പേര്? അനോറ. അയാൾ ആദ്യം എന്ത് ചെയ്തു? തിരക്കഥ എഴുതി. ആ തിരക്കഥ എന്ത് ചെയ്തു? സംവിധാനം ചെയ്തു. അതിൽ ആവശ്യമായ എഡിറ്റിംഗ് വരുത്തി എന്ത് ചെയ്തു? അത് മികച്ച ചിത്രമാക്കി മാറ്റി. എന്തൊക്കെയാണ് ചെയ്തത് ആ വ്യക്തി? തിരക്കഥ എഴുതി, സംവിധാനം ചെയ്തു, എഡിറ്റ് ചെയ്ത് മികച്ച ചിത്രമാക്കി മാറ്റി. ഈ 4 കാര്യങ്ങളും ചെയ്തപ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടി? ഓസ്കാർ അവാർഡ് കിട്ടി. അപ്പോൾ താൻ ചെയ്ത സിനിമയ്ക്ക് 4 കാര്യങ്ങൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയാൽ ആ വ്യക്തി വെറുതെ നിൽക്കുമോ? എന്തായിരിക്കും? നല്ല ഷോ കാണിക്കും അല്ലേ? അയാളുടെ പേരാണ് ഷോൺ ബേക്കർ. ആരാണ്? ഷോൺ ബേക്കർ. അപ്പോൾ 2025 ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രം, സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് ഇവയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഷോൺ ബേക്കർ. ചിത്രം അനോറ. എങ്ങനെയാ? സെറ്റല്ലേ? ഇനി ആദ്യം ഞാൻ പറഞ്ഞില്ലേ അനോറ എന്ന സിനിമയിൽ എന്താണ് പറയുന്നത്? ലൈംഗിക തൊഴിലാളികളുടെ കഥ പറയുന്ന സിനിമയാണ് ഏത്? അനോറ അല്ലേ? അപ്പോൾ അല്ല, നടി എങ്ങനെയുള്ള ആളായിരിക്കും? നല്ല മയക്കുന്ന ആളായിരിക്കും അല്ലേ? എല്ലാവരെയും മയക്കിക്കളയുന്ന ആളായിരിക്കും. മൈക്കി മാഡിസൺ. മാഡായിട്ട് മയക്കുമെന്നങ്ങ് ചിന്തിക്കുക. ഭ്രാന്തമായിട്ട് മയക്കുന്ന ആളാണ് അതിലെ നടി. അപ്പോൾ ഏറ്റവും നല്ല നടി ആരാണ്? മൈക്കി മാഡിസൺ. ഇങ്ങനെ 5 അവാർഡുകളാണ് ആർക്ക് കിട്ടിയത്? അനോറയ്ക്ക് ലഭിച്ചത്. ഏതൊക്കെയാണ്? മികച്ച തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ്, മികച്ച ചിത്രം എന്നിവയ്ക്ക്
ഷോൺ ബേക്കറിനും പിന്നെ മികച്ച നടിക്കുള്ള അവാർഡ് അനോറയിലെ നായികയായ മൈക്കി മാഡിസണും. ഇങ്ങനെ 5 അവാർഡുകൾ 2025 ഓസ്കാറിന് അനോറ എന്ന ഇംഗ്ലീഷ് ഫിലിമിന് ലഭിച്ചു. 2025 ഓസ്കാർ വേദിയിൽ ഏറ്റവും തിളങ്ങിയ 2 സിനിമകളാണ് അനോറയും എമിലിയ പെരസും. എമിലിയ പെരസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. എന്താണ്? ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച സിനിമയാണ് എമിലിയ പെരസ്. അങ്ങനെ വളരെ ആർഭാടത്തോടു കൂടി ഓസ്കാറിലേക്ക് കടന്നു വന്ന എമിലിയ പെരസ് വെറും 2 അവാർഡുകൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? തൃപ്തിപ്പെടേണ്ടി വന്നു. ആ 2 അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സഹനടിക്കുള്ള അവാർഡ്. സഹനടിക്കുള്ള അവാർഡ് സോയി സൽദാനയ്ക്കാണ് ലഭിച്ചത്. ഏതിലെ നടിയാണ്? എമിലിയ പെരസിലെ സോയി സൽദാനയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഈ അവാർഡ് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാൻ കഴിയും? ചെറിയൊരു ലിങ്ക് ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഓസ്കാർ വേദിയിലേക്ക് എങ്ങനെയാണ് വന്നത്? വളരെ ആശയോടെ അല്ലേ, പെരുത്താശയോടെയാണ് പെരസ് വന്നതല്ലേ. എങ്ങനെ? പെരുത്താശയോടെ പെരസ് വന്നു. അതിലെ സായിൽ തന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങ് പോട്ടെ. സഹനടിക്കുള്ള അവാർഡല്ലേ കിട്ടിയത്. സഹനടിക്കുള്ള അവാർഡ് കിട്ടി. ആർക്ക് കിട്ടി? സോയി സൽദാന. പെരസിലെ സോയി സൽദാനയ്ക്ക് സഹനടിക്കുള്ള അവാർഡ്. അങ്ങനെ ആ സായുടെ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഏത് പഠിക്കാം? സഹനടി പഠിക്കാം. അങ്ങനെ എമിലിയ പെരസ് എന്ന സിനിമ സഹനടിക്കുള്ള അവാർഡും വാങ്ങി പാട്ടും പാടി തിരിച്ചു പോയെന്നങ്ങ് ഓർക്കുക. അപ്പം മികച്ച പാട്ട് ഗാനത്തിനുള്ള പുരസ്കാരവും എമിലിയ പെരസിനായിരുന്നു. ഏതാണ്? എൽ മാൽ എന്നാണ് ആ ഗാനം തുടങ്ങുന്നത്. എൽ മാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മികച്ച ഗാനമായിട്ട് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ 2 അവാർഡുകളാണ് എമിലിയ പെരസിന് കിട്ടിയത്. സഹനടിക്കുള്ളത് സോയി സൽദാനയ്ക്കും പാട്ടും പാടിപ്പോയല്ലേ മികച്ച ഗാനത്തിനുള്ളത് എൽ മാൽ എന്ന ഗാനത്തിനും ലഭിച്ചു. എങ്ങനെ? ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് മികച്ച നടനും മികച്ച സഹനടനുമാണ്. 2025 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായും മികച്ച സഹനടനായും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് പഠിക്കാനായിട്ട് നമുക്ക് ഓസ്കാർ അവാർഡ് നൽകുന്ന ആ തിയേറ്ററിലേക്കൊന്ന് പോവാം. എന്താണ് ആ തിയേറ്ററിൻ്റെ പേര്? ഓർമ്മയുണ്ടോ? ലോസ് ആഞ്ചലോസിലെ ഡോൾബി തിയേറ്റർ. അവിടെ ഇങ്ങനെ അവാർഡ് ദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കി 5 അവാർഡ് ഒരൊറ്റ സിനിമയ്ക്ക് കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? അനോറ. അനോറയ്ക്ക് 5 അവാർഡ് കൊടുത്തു. പിന്നെയോ പെരസയ്ക്ക് കിട്ടി 2 എണ്ണം. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരും അല്ലേ. അങ്ങനെ എല്ലാവരും ബാക്കിയുള്ളവരങ്ങനെ വയലൻ്റ് ആയിരിക്കുകയാണ്. ഇതെന്താ 2 സിനിമയിൽ നിന്ന് മാത്രമാണ് അവാർഡ് കൊടുക്കുന്നത്, ഇത് അഴിമതിയാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ പ്രശ്നം നടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുവാണ്. അടിയുണ്ടാക്കാനായിട്ട് തൻ്റെ ബോഡി ഗാർഡിനെയും കൂട്ടിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ വരുന്ന മനുഷ്യനെ വളരെ ക്രൂരനാണ്. അദ്ദേഹം ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ക്രൂരനായിട്ടുള്ള ആൾ അടിയുണ്ടാക്കാനായിട്ട് ആരെയും കൂട്ടിയാണ് വന്നത്? തൻ്റെ ബോഡി ഗാർഡിനെയും കൂട്ടി വന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു? സംഘാടകർ, അതായത് ആരാണ് സംഘാടകർ? അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അല്ലേ. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിലെ അധികാരികൾ എന്ത് ചെയ്തു? പേടിച്ചിട്ട് ബ്രൂട്ടലായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? അടിയുണ്ടാക്കാൻ വേണ്ടി വന്ന മനുഷ്യന് മികച്ച നടനുള്ള അവാർഡും കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് ഒരാൾ വന്നില്ലേ, അദ്ദേഹത്തിന് സഹനടനുള്ള അവാർഡും കൊടുത്തു. അങ്ങനെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? അടിയുണ്ടാക്കാൻ ബോഡി ഗാർഡുമായിട്ട് വന്ന ആളാരാണ്? എഡ്രിയൻ ബ്രോഡി. ആരാണ്? എഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമ ഏതാണ്? ക്രൂരനെന്ന് പറഞ്ഞില്ലേ, ദ ബ്രൂട്ടലിസ്റ്റ്. എന്താണ്? ദ ബ്രൂട്ടലിസ്റ്റ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഡ്രിയൻ ബ്രോഡിക്കാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. സഹനടൻ എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടലായിട്ടുള്ള മനുഷ്യൻ്റെ കൂടെ വന്നതല്ലേ, അതുകൊണ്ട് കേൾക്കാനും ഒരു ഗുണ്ട ടച്ചുള്ള പേര് വേണ്ടേ. എന്താണ്? കീരൻ കൽക്കിൻ. എന്താണ്? കീരൻ കൽക്കിൻ എന്ന ആളിനാണ് സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ മികച്ച നടനാരാണ്? അടിയുണ്ടാക്കി വന്ന അഡ്രിയൻ ബ്രോഡി. ഫിലിം ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. കീരൻ കൽക്കിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അടുത്ത 3 സിനിമകളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നോക്കാം. ഒന്നെന്താണ് ഇതര ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ്. ഇതര ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു ബ്രസീലിയൻ ഫിലിമിനാണ്. എന്താണ് പേര്? ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ ഫിലിമിനാണ് ഇതര ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. അടുത്ത ചിത്രമാണ് അനുജ. എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്നറിയാവോ? ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഹിന്ദി ചിത്രമാണ്. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് അനുജ എന്ന് പറയുന്നത്. പക്ഷെ അത് കിട്ടിയത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഫിലിമിനാണ് അവാർഡ് ലഭിച്ചത്. അനുജ സംവിധാനം ചെയ്തത് ആദം ജെ ഗ്രേവ്സ് ആണ്. ആരാണ്? ആദം ജെ ഗ്രേവ്സ് ആണ് അനുജ സംവിധാനം ചെയ്തത്. മൂന്നാമത്തെ ചിത്രം ലപ്പട്ട ലേഡീസ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 2025 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലപ്പട്ട ലേഡീസ് അഥവാ ലോസ്റ്റ് ലേഡീസ്. എന്താണ്? 2025 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ലപ്പട്ട ലേഡീസ്. ഇത് സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. കിരൺ റാവു ആണ് ലപ്പട്ട ലേഡീസ് സംവിധാനം ചെയ്തത്. ഇപ്പോൾ പഠിച്ച 3 സിനിമകൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. എന്താണ് ഇതര ഭാഷാ ചിത്രം? തിരഞ്ഞെടുക്കപ്പെട്ട ഇതര ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഹിന്ദി ചിത്രം അനുജ. ഓസ്കാർ അവാർഡിലേക്ക് ഔദ്യോഗിക എൻട്രി ആയിട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ലപ്പട്ട ലേഡീസ്. ആരുടേതാണ്? കിരൺ റാവുവിൻ്റെ സിനിമയാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്താണ്? 97ാമത്തെ അവാർഡാണ് 2025 നൽകിയത്. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് അവാർഡ് നൽകുന്നത്. ലോസ് ആഞ്ചലോസിലെ ഡോൾബി തിയേറ്ററിൽ വച്ച് ഈ വർഷത്തെ അവാർഡ് നൽകപ്പെട്ടു. 23 ഇനങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. 10 അവാർഡുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. പ്രധാനപ്പെട്ടതെല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. എന്താണ്? മികച്ച തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ്, മികച്ച സിനിമ. ഇത്രയാരാണ്? ഷോ കാണിക്കുന്ന ഷോൺ ബ്രോഡി. പിന്നെ മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ. അതും അനോറയിൽ തന്നെ നായികയായിരുന്നു, അതിലെ നടിയായിരുന്നു. മികച്ച സഹനടി സോയിസ് സൽദാന. മികച്ച നടൻ ആരാണ്? നടൻ അടിയുണ്ടാക്കുന്ന അഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ. മികച്ച സഹനടൻ ആരായിരുന്നു? കീരൻ കൽക്കൽ. ഇതര ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്ത ഐ ആം സ്റ്റിൽ ഹിയർ. ഇതാണ് ബ്രസീലിയൻ പിക്ചറാണല്ലേ. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ട്. എന്താണ്? ഐ ആം നോട്ട് എ റോബോട്ട്. ഈ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിലേക്കാണ് അനുജ നാമനിർദ്ദേശം ചെയ്തിരുന്നത്. പിന്നെ പഠിച്ച എന്താണ്? അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി സെലക്ട് ചെയ്തത് ലപ്പട്ട ലേഡീസ് ആയിരുന്നു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇനിയും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. ശുഭഭാവി.